ഹായ്, ഞാൻ ദീപ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, മനസ്സിൻ്റെ തോന്നലാണോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു സൊല്യൂഷന് വേണ്ടിയിട്ടൊന്നും ഇട്ടൊന്നുമല്ല. ഞാനൊരു വീഡിയോ ആയിട്ട് ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് ചിലപ്പോൾ ഞാൻ കരഞ്ഞു പോകുമായിരുന്നു. അതുകൊണ്ട് എനിക്കതൊന്ന് എക്സ്പ്രസ് ചെയ്യണം, എഴുതി സമാധാനപ്പെടണം. ഞാൻ സാധാരണ വിഷമം വരുമ്പം ജേർണലിംഗ് ആണ് ചെയ്യാറ്. അപ്പോൾ അതുപോലൊരു റൈറ്റിംഗ് തെറാപ്പി എന്നുള്ള രീതിയിൽ ചെയ്താണ്. അത് ചെയ്തത് ഏതാണ്ട് 2 മണിക്കൂർ എടുത്തിട്ടാണ് ഞാൻ എഴുതിയത്. എഴുതി കഴിയുമ്പോൾ ഞാൻ വയ്യാണ്ടായി, ഞാൻ കിടന്നുപോയി. അപ്പോൾ വൈകിട്ടൊക്കെ ആയിട്ടപ്പോൾ എണീറ്റത്. ഒത്തിരി മെസ്സേജസും ഒത്തിരി DMസും, പിന്നെ കുറേ ആൾക്കാർക്ക് സംസാരിക്കാം, വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് ഫോൺ നമ്പേഴ്സും, പിന്നെ കുറേ ഡോക്ടേഴ്സിൻ്റെ നമ്പർ, തെറപ്പിസ്റ്റിൻ്റെ നമ്പറൊക്കെ ആയിട്ട് എൻ്റെ മൊത്തത്തിൽ ഒത്തിരി ആൾക്കാർ റിപ്ലൈ ചെയ്തു. ഒത്തിരി സന്തോഷമുണ്ട്. പക്ഷെ ഞാൻ ഡോക്ടേഴ്സിനെ ഒന്നും കാണുന്നില്ല. ഞാൻ 2021 തൊട്ട് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നതാണ്. പിന്നെ ബാക്ക് ടു ബാക്ക് കുറേയധികം ഇൻസിഡൻസ് ഒക്കെ വന്നപ്പോൾ കയ്യിൽ നിന്ന് പോയി കംപ്ലീറ്റ്ലി ഡൗൺ ആയിട്ട് ഇരിക്കുകയാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ പെയിൻ മാനേജ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, നേരത്തെ ചെയ്തിരുന്ന പോലെ അല്ല. പിന്നെ അതിൽ പറഞ്ഞ ഇൻസിഡൻറ്റ് എനിക്കൊന്ന് മൈഗ്രെയിൻ്റെ തന്നെ പ്രശ്നമായിരിക്കാം. പെട്ടെന്ന് കാഴ്ച പോയപ്പോൾ ശരിക്കും നമ്മൾ പാനിക്കായി. പിന്നെ ആ ഡോക്ടറിനെ അതിൻ്റെ ഭാഗമായിട്ടാണ് കണ്ടത്, അല്ലാതെ ഞാൻ സ്ഥിരമായിട്ട് ഒരു ഡോക്ടറിനെയും ഇപ്പോൾ കാണുന്നില്ല. കുറേ പേര് തെറപ്പിസ്റ്റിനെ കാണണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാൻ 1-2 പേരെയൊക്കെ കണ്ട് മടുത്ത്. കാരണം നമുക്ക് സെറ്റ് ആവുന്നില്ല. നമ്മൾ പറയുന്നത് ആ ഒരു സെൻസിൽ എടുക്കുന്ന ആൾക്കാരെ ഞാൻ പോയിടത്തോളം കണ്ടില്ല. ഇനി എനിക്ക് പരീക്ഷിക്കാനും വയ്യ. കാരണം ഒരു ഡോക്ടറിൻ്റെ അവിടെ പോയി കുറേ നേരം വെയിറ്റ് ചെയ്ത് കണ്ട് ധൃതി പിടിച്ച് ചിലപ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ പോലെ നമ്മളെ കേൾക്കണമെന്നും കേൾക്കാതിരിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. സെയിം വിത്ത് തെറപ്പിസ്റ്റ്. അത് ഇൻഡിവിജ്വൽ ആയിട്ട് പോയാൽ പോലും ഒരു സെഷൻ കഴിഞ്ഞ് അടുത്ത സെഷൻ ചെല്ലുമ്പോൾ കംപ്ലീറ്റ്ലി കാര്യങ്ങൾ മറന്നു പോകുന്ന ആൾക്കാരെയൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. സോ എനിക്ക് അതും ഇനിയിപ്പോൾ അങ്ങനെ പോയിട്ട് ട്രൈ ചെയ്യാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഒന്നും ചെയ്യാതിരിക്കുന്നത്. ശരിയാണ്, ഒരു ഹീലിംഗ് പ്രോസസ്സ് നമുക്ക് വേണം. അപ്പം ഞാൻ ഈ ഒരു പോസ്റ്റ് ഇട്ടത് അതിനൊന്നും വേണ്ടിയിട്ടല്ല. ഞാനല്ലേ തന്നെ എന്നെ നേരിട്ട് പരിചയമുള്ള ആൾക്കാർക്ക് അറിയാം, എനിക്ക് എൻ്റെ ലൈഫിലുള്ള കാര്യങ്ങൾ എനിക്ക് തൊട്ട് ചുറ്റും നിൽക്കുന്ന ആൾക്കാരോട് പറയാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, ഒരു മറിയുമില്ലാതെ ഞാൻ പറയും. അതെൻ്റെ വീഡിയോസിലാണെങ്കിലും ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ ഞാനൊന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്തതിൽ. എനിക്ക് സൊല്യൂഷനൊന്നും വേണ്ട. കുറേ പേർക്ക് ഇത്, പിന്നെ ഞാനിത് ചെയ്തതിൻ്റെ ഒരു മെയിൻ റീസൺ, ഞാനിത് കുറേ വർഷങ്ങളായിട്ട് ചെയ്തു വരുന്നതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ കുറേ ആൾക്കാർ അതേ എക്സ്പീരിയൻസിൽ കൂടെ പോകുന്ന ആൾക്കാർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ കാരണം നമുക്ക് തന്നെ കുറേ നാൾ കഴിയുമ്പോൾ ഒരു സെൽഫ് ഡൗട്ടാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ, അത് എനിക്ക് സ്വന്തമായിട്ട് തോന്നുകയാണോ? കാരണം ചിലർ നമുക്ക് സപ്പോർട്ട് ഇല്ലെങ്കിൽ, എൻ്റെ വീട്ടിൽ എനിക്ക് അത്യാവശ്യം നല്ല സപ്പോർട്ടുണ്ട്, പക്ഷെ അല്ലാത്തവരുടെ കേസിൽ നമുക്കൊരു സെൽഫ് ഡൗട്ട് ആയിരിക്കും. ഇനി എനിക്ക് വെറുതെ എൻ്റെ തലയ്ക്കകത്തുള്ളതാണോ ഈ വേദന എന്നുള്ളത്. അപ്പം ഞാനിത് പറഞ്ഞു തുടങ്ങിയപ്പോൾ തൊട്ട് കുറേ ആൾക്കാർ പറയുന്നുണ്ട് അവർക്കത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഭയങ്കര ഒരു ആശ്വാസമാണ്. അപ്പൊ അവരുടേത് കേൾക്കുമ്പോൾ എനിക്കൊരു ആശ്വാസമാണ്. എനിക്ക് മാത്രമല്ല, ഞാൻ വിചാരിച്ചിരുന്നത് എനിക്ക് മാത്രമാണ് ലോകത്ത് ഈ ദുരിതമെല്ലാം ഉള്ളതെന്ന്. പക്ഷെ ഞാനിങ്ങനെ ഷെയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒത്തിരി ആൾക്കാർക്ക് ഇതേ അവസ്ഥയുണ്ട്. അപ്പം എനിക്കൊരു സന്തോഷം. ഓക്കെ, അപ്പുറത്തെ ആളുടെ വീട്ടിലും കറണ്ട് ഇല്ല, സോ നമ്മൾ കുറച്ചൊന്ന് കാം ഡൗൺ ആവാം, കുഴപ്പമില്ല, എല്ലാവർക്കും ഉള്ള സംഭവമാണ്. അപ്പം അങ്ങനെ ഒരു സമാധാനം ഉണ്ട് കേട്ടോ, ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു സമാധാനവും കൂടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പേര് ഷെയർ ചെയ്തതാണ്. പിന്നെ ഞാൻ വേറെ ഡോക്ടേഴ്സിനെ ഒന്നും കാണാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ ഉള്ള പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഒക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം എന്നുള്ളതാണ്. കാരണം ഫൈബ്രോമയാൽജിയയ്ക്ക് അങ്ങനെ നമുക്ക് ഒരു പ്രത്യേകിച്ച് അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ഇല്ല, പെയിൻ മാനേജ്മെന്റ് ആണ്. അത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാം. പക്ഷെ ഞാനിപ്പോൾ മരുന്നെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഇതിന്റെ ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ മൂഡ് ലോ ആവുന്നതും. ഇതിന് ഒരു തെറപ്പിസ്റ്റിനെയൊക്കെ കാണുന്നത് നല്ലതായിരിക്കും. ഞാൻ കണ്ടിട്ട് എനിക്കത് സെറ്റായില്ല, കുറച്ചും കൂടെ വേഴ്സ് ആവുകയാണ് ചെയ്തത്. സോ അതുകൊണ്ട് ഞാൻ അതിലോട്ട് കടക്കുന്നില്ല. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുക എന്നുള്ളതാണ്. ഒത്തിരി കമന്റ്സിലൊക്കെ കണ്ട പോലെ, അല്ലെങ്കിൽ ആ ഡോക്ടർ പറഞ്ഞ പോലെ അത്യാഗ്രഹങ്ങളൊന്നും ഇല്ലാതെ ജോലി, അങ്ങനെയുള്ള പുതിയ കാര്യങ്ങളൊന്നും അറ്റംപ്റ്റ് ചെയ്യാതെ കുറച്ച് നാളിരുന്ന് നോക്കാം എന്നുള്ളതാണ്. കാരണം ആരോഗ്യം അനുവദിക്കുന്നില്ല. നമ്മളിപ്പം എന്തെങ്കിലും ഒരു കാര്യം പുതിയതായിട്ട് ചെയ്യാൻ തുടങ്ങും, വയ്യാണ്ടാവും, പിന്നെയും ചെയ്യും, പിന്നെയും വയ്യാണ്ടാവും. പിന്നെ ആ ബാക്കിലത്തെ പാറ്റേൺ നോക്കുമ്പോൾ അയ്യോ ഞാനൊരു ഫെയിലിയർ ആണെന്നൊരു തോന്നലുണ്ടാവും. സോ ഇനി കുറച്ച് നാൾ ഹെൽത്ത്, ഒരു ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്തിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് കുറച്ചാൾ വെറുതെ ഇരിക്കാം എന്നുള്ളത് തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം വെറുതെ ഇരിക്കാൻ പറ്റും എന്ന് എനിക്ക് അറിഞ്ഞോളൂ. വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ വെറുതെ ഇരിക്കുക എന്നുള്ളതല്ല. എനിക്കിപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റ് കയറിയിരിക്കുന്നത് ഇവിടെ കുറച്ച് ചെടിയും ഇതൊക്കെ വെച്ച് അതിൽ പൂവും കായും ഒക്കെ കണ്ടു കഴിയുമ്പോൾ ഒരു സന്തോഷമുള്ളതുകൊണ്ട് ഞാൻ പയ്യെ അതിലേക്ക് മാറുവാണ്. പിന്നെ അതെനിക്കൊരു ഇച്ചിരി ഒരു സമാധാനമാണ്. കാരണം അതിലിപ്പോൾ ഞാനൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടല്ല ചെയ്യുന്നത്. എനിക്ക് അത് വെക്കുന്ന പച്ചക്കറി ഒന്നും ആയില്ലേലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. എല്ലാ ദിവസവും ഒരു 2 ഇല പുറത്ത് പുതിയത് കണ്ടാൽ എനിക്ക് അത്രയും സന്തോഷം. അപ്പം അതുകൊണ്ട് അതൊരു ഇതായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, 2 മാസമായി അതിൻ്റെ പുറകെ തന്നെയാണ്. അപ്പം അതിൽ കുറച്ച് ഇൻട്രസ്റ്റ് കയറിയ ഒരു ദിവസമാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചത്. കാരണം ഞാൻ കുറച്ച് വെയിലത്ത് പോയി, കുറച്ച് കിളയും നനയും എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് വൈകിട്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നത്. അപ്പോൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാം.
അത് നമുക്ക് ഇച്ചിരി സമാധാനമാണ്, പിള്ളേരുടെ കൂടെ കുറച്ച് നാൾ ഇരിക്കാം. ഇപ്പം അങ്ങനെ അടങ്ങി ഒതുങ്ങി അങ്ങനെ ഇരുന്നിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്ത് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇങ്ങനെ ബിസി ആയിട്ടിരുന്ന് ശരിക്കും ലൈഫ് എൻജോയ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അപ്പോൾ ഞാൻ ആലോചിക്കുന്നു, ഓക്കെ, ഇതൊരു അവസരമായിട്ട് കണ്ട് നമുക്ക് വെറുതെ ഇരിക്കാം. പിന്നെ ഇത്രയും നാൾ മേടിച്ചു വെച്ച ബുക്സ് ഒക്കെ ഇതുവരെ വാങ്ങിക്കുന്നല്ലാതെ ഒന്നും വായിക്കുന്നില്ലായിരുന്നു. ഇപ്പൊ വായിക്കാനുള്ള ആ ഒരു ക്ഷമയെല്ലാം പോയിരിക്കുകയാണ്. അപ്പൊ പയ്യെ അതിലേക്കും അതുമൊക്കെ ഒന്ന് ചെയ്യാം, സമാധാനമായിട്ടിരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഒത്തിരി സന്തോഷം മെസ്സേജസ് ഒക്കെ കണ്ടതിൽ. അത്രയേ ഉള്ളൂ. കാണാം, നമുക്ക് ആ ഒരു ഇനിയൊരു സ്ലോ പ്രോസസ്സ് എന്താ ഞാൻ ചെയ്യുന്നതെന്നൊക്കെയുള്ള ഞാൻ ഷെയർ ചെയ്യാം. അതും ആൾക്കാർക്ക് ഉപകാരപ്പെടുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അത്രയേ ഉള്ളൂ. താങ്ക് യു.